പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അച്ഛന് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് വിദ്യാർത്ഥിനികളെ പ്രത്യേകം ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ശുശ്രൂഷകൾ നടക്കുന്ന ഒരു ദിവസമാണ്. നല്ല സന്തോഷത്തോടെ ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും അച്ഛൻ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. ഓൾ ചിൽഡ്രൻ, സ്റ്റുഡൻസ്, you are all most welcome to the Abhishekagni program. Hallelujah. 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 ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിദ്യാർത്ഥിനികളെ കർത്താവ് അനോയിന്റ് ചെയ്യും. രോഗികൾ സൗഖ്യം പ്രാപിക്കും, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കും, വലിയ അഭിഷേകം സംഭവിക്കും. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി വളരെ ഞെരുക്കം അനുഭവിച്ചിരുന്നു. ആ കുടുംബത്തെ എങ്ങനെ ഈശോ സഹായിച്ചു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആൻസി വിനോജ്. ഞാൻ ചുള്ളിയാങ്കുളം ഹോളി ഫാമിലി ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് SLC പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചതിൽ ഒരു പ്രാവശ്യം പോലും മാത്സിന് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തവണ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും മാത്സിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ല. തവണ പോലും കണക്കിന് മാർക്കില്ല. ഇല്ല, കഷ്ടിച്ചേ ജയിക്കുണ്ടായിരുന്നുള്ളൂ. ഒരു 5, 10 അല്ലേ ജയിക്കും, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. 15. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ കുട്ടികളുടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. 2016 മെയ് മാസത്തിലായിരുന്നു ധ്യാനം. അന്ന് ഞാൻ വന്ന് നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മാത്സിനെങ്കിലും ജയിച്ചാൽ മാത്രം മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കണക്കിന് ജയിച്ചൊരു സംഭവം കഷ്ടിച്ച് ജയിക്കും അല്ലേ, അതിൻ്റെ വക്കത്തെത്തും അല്ലേ, അങ്ങനെയായിരുന്നു. ഒരു നല്ല മാർക്കില്ല, അതുകൊണ്ട് എനിക്ക് നല്ല വിധത്തിൽ ജയിച്ചു തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ജയിച്ചാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കും നല്ല പേടിയായിരുന്നു ഞാൻ മാത്സിൽ ജയിക്കുമോ ഇല്ലയെന്ന്. അതിനുശേഷം അഭിഷേകാഗ്നി മലയിൽ പോയിട്ട് കൽക്കുരിശിന്റെ മുമ്പിൽ ഇരുന്നിട്ട് 7 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവിടെ 7 തവണ 9 തവണ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലണം കേട്ടോ, വെറുതെ അങ്ങനെ നോക്കിയിട്ട് പോരരുത്. വിശ്വാസ പ്രമാണം ചൊല്ലണം. അവർ 7 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിന്റെ മുമ്പിൽ മുട്ടുമേ നിന്നിട്ട് 21 എത്രയും തേള മാതാവിൻ ചൊല്ലിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്, മാതാവിന്റെ ഗ്രോട്ടോയിൽ. എന്നിട്ട് ഞാൻ ജയിച്ച ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ നന്നായി പ്രാർത്ഥിച്ചു. അപ്പം എന്നോട് ബ്രദർ പറഞ്ഞു 121 സങ്കീർത്തനം എല്ലാ ദിവസവും പഠിക്കണതിന് മുമ്പ് വായിക്കാൻ പറഞ്ഞു. ചെറിയ സങ്കീർത്തനം, കുട്ടികൾക്ക് പറ്റിയ കുഞ്ഞു സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. വലിയ സങ്കീർത്തനമുണ്ട് 119, അത് വലിയ ആളുകൾ ചെല്ലിക്കും. പക്ഷെ ഇത് കുട്ടികൾക്ക് ചെറുതാണ് നല്ലത്, 121. ഞാൻ എല്ലാ ദിവസവും പഠിക്കണതിന് മുമ്പ് 121 സങ്കീർത്തനം വായിക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ SSLC പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എന്തായാലും നല്ല മാർക്ക് കുറവായിരിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു നല്ല മാർക്ക് കുറവായിരിക്കുന്നത്. കാരണം പരീക്ഷ നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടഫാണ്, ടഫ് പരീക്ഷ ഇങ്ങനെ വന്നു. കാര്യം പ്രാർത്ഥിച്ചെങ്കിലും പരീക്ഷ എഴുതിയപ്പോൾ ടഫ് പരീക്ഷ. എന്നിട്ട് SLCയുടെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞു. രാവിലെ തൊട്ടിരുന്ന കരച്ചില്, എന്താ ഇന്ന് റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ വിഷയത്തിലും ഫുൾ A+ ഉണ്ടായിരുന്നു. എല്ലാ വിഷയം എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നു A+. എന്നൊക്കെ പറഞ്ഞ എത്ര അല്ല ഗംഭീര വിഷയം സംഭവമല്ലേ അത്. അത് നിനക്ക് കിട്ടിയോ? എൻ്റെ ടീച്ചേഴ്സിന് പോലും എനിക്ക് ഫുൾ A+ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ടീച്ചർമാർക്ക് പോലും തരി പ്രതീക്ഷയില്ല. ഇത് ഈ കുട്ടിക്ക് A+ നോക്കി. കണക്കിന്
കണക്കിന് A+ ആയിരുന്നു. ടീച്ചർമാരൊക്കെ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ A+ ആയെന്ന് ചോദിച്ചോ? ടീച്ചേഴ്സിനെ ആരും വിശ്വസിച്ചില്ല ആദ്യം. അതന്നെ. അത് ഈ കുട്ടിയുടെ പേരല്ല, വേറെ ഏതെങ്കിലും കുട്ടിയുടെ പേരായിരിക്കും ഏതെങ്കിലും. പിന്നെ കുട്ടിയുടെ ഫോട്ടോയൊക്കെ കണ്ടപ്പോഴാണ് ഇത് ഈ കുട്ടി തന്നെയാണല്ലോ എന്ന് ഉറപ്പിച്ചത്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി നല്ല ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചാടി എഴുന്നേൽക്കാം. നമുക്ക് കുറേ നേരം ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ഹൃദയം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കാം. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. കുട്ടികളെ ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കണം. All children, please lift up your hands and praise God with all your heart, with a loud voice. Hallelujah. 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 ആരാധന ആരാധന ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. ജനതകളകിലും ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ. ജീസസ് ക്രൈസ്റ്റ് സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാൽ ഉറകൂട്ടണമേ. ജനതകളകിലും ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ. ക്രിസ്തുവി സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാൽ ഉറകൂട്ടണമേ. ആത്മാവേ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഇറങ്ങണമേ, വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ആത്മാവേ അത്തിറങ്ങണമേ, വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. സഭയിൽ നിറഞ്ഞതുപോലെ ഇന്നീ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്കണമേ, മാംസള ഹൃദയങ്ങൾ നൽകണമേ. സഭയിൽ നിറഞ്ഞതുപോലെ ഇന്നീ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്കണമേ, മാംസള ഹൃദയങ്ങൾ നൽകണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വീണ്ടും ജ്വലിപ്പിക്കണേ. കുട്ടികൾ ഒരുമിച്ച് ഇറങ്ങണമേ, വചനത്തിൻ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് സ്വർഗശക്തി ആവസിക്കട്ടെ, ജീവിതങ്ങളിലേക്ക് സ്വർഗശക്തി ആവസിക്കട്ടെ. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ. എല്ലാ കുട്ടികളുടെ മേലും അഭിഷേകം നിറയട്ടെ. എല്ലാ കുട്ടികളുടെ മേലും അനോയിന്റിംഗ് നിറയട്ടെ. എല്ലാ രോഗികളെയും ഇപ്പോൾ സുഖപ്പെടുത്തുന്ന അത്ഭുത ശക്തി ആവർത്തിക്കട്ടെ. കർത്താവിന്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കുന്നു. തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. നാരകീയ സേനകളെ ബന്ധിക്കുന്നു, പരാജയ ശക്തികളെ ബന്ധിക്കുന്നു, നിരാശയുടെ ശക്തികളെ ബന്ധിക്കുന്നു, അലസതയെ ശാസിക്കുന്നു, എല്ലാ തരത്തിലുള്ള തകർച്ചയുടെ ശക്തികളെ ശാസിക്കുന്നു. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, കൃപയുടെ ആത്മാവ് നിറയട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് നിറയട്ടെ, സ്നേഹത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, വചനത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, സന്തോഷത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, ആഹ്ലാദത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ
നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. ഇന്ന് കുടുംബങ്ങളായി മക്കൾ മാതാപിതാക്കൾ ഒരുമിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന അനുഗ്രഹ സുദിനമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വളരെ വലിയ ദൈവകൃപ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വർഷിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വിദ്യാർത്ഥിനികളോട് മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന സകല ദൈവമക്കളോടും സ്വർഗം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവചനമുണ്ട്. 92-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുലിഖിതം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോണിലെ ദേവദാരു പോലെ വളരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവമായ കർത്താവിൻ്റെ ചിന്ത, ദൈവമായ കർത്താവിൻ്റെ മനസ്സിലുള്ള നമ്മളെക്കുറിച്ചുള്ള വിചാരം നമ്മൾ ഉയരണം. നാം അനുഗ്രഹിക്കപ്പെടണം. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ലെബനോനിലെ ദേവദാരു പോലെ ഞാനും നിങ്ങളും വളർന്ന് വരണം. അത് കർത്താവിൻ്റെ വലിയ ഒരു ആഗ്രഹമാണ്. ഒന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 9-ാം തിരുലിഖിതം. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക്, കാനാൻ നാട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാനാൻ നാട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് വേണ്ടി കർത്താവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ വഴി ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം സംസാരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് നിയമാവർത്തനം 8-ാം അധ്യായം അതിൽ 9-ാം തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: നിങ്ങൾ അവിടെ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും, നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നിങ്ങൾ അവിടെ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും, നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ചിന്ത അങ്ങനെയാണ്. നമ്മളെക്കുറിച്ചുള്ള ചിന്ത പ്രത്യാശാഭരിതമായ ചിന്തയാണ്. ജെറമിയായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ഉം 20-ഉം തിരുലിഖിതങ്ങൾ, അതിൽ 19-ാമത്തെ തിരുലിഖിതം: എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കുന്നതിനും സകല ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകുന്നതിനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. സ്വർഗസ്വനായ പിതാവിൻ്റെ മനസ്സ് തുറക്കുകയാണ്. സകല ജനതകളിൽ വെച്ച് ഛേദോഹരമായ അവകാശം നിനക്ക് നൽകാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ ചില വീഴ്ചയുണ്ടാവും, നമുക്ക് ചിലപ്പോൾ ചില അലസത ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയില്ല, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുകയില്ല, പോകേണ്ട സമയത്ത് പോവുകയില്ല, തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കുകയില്ല, ഉചിതമായി പ്രവർത്തിക്കേണ്ട സമയത്ത് ഉചിതമായി പ്രവർത്തിക്കില്ല. ചിലപ്പോൾ മാനുഷികമായ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നമ്മളവിടെ തളർന്നിരിക്കരുത്. ചിലപ്പോൾ കുട്ടികൾക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പറ്റിയില്ല, എന്ത് ചെയ്യും? ഇനി ഉള്ള സമയം കൊണ്ട് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുക, മാക്സിമം കഠിനാധ്വാനം ചെയ്യുക, പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുക. ഒന്നാമതായി നീ കർത്താവിൽ ആശ്രയിക്കണം. രണ്ടാമതായി നിൻ്റെ മുഴുവൻ കഴിവ് ഉപയോഗിച്ച്, നിൻ്റെ എല്ലാ താലന്തുകളും ഉപയോഗിച്ച് നീ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കണം. ഒരു കുട്ടിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഡാനിയ, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. ഞാനിവിടെ ഫിസിയോതെറാപ്പി പഠിക്കുക, 4th ഇയർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ എക്സാം എഴുതിയ സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് 5 സബ്ജക്റ്റും സെക്കൻഡ് ഇയറിൽ 5 സബ്ജക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 5 സബ്ജക്റ്റിൽ ഞാൻ ഫെയിലായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ ഞാൻ 3 സബ്ജക്റ്റിലും ഫെയിലായിരുന്നു. അങ്ങനെ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റഡി ലീവിന് വീട്ടിൽ പോയപ്പോൾ പപ്പ പറഞ്ഞു, പപ്പ അഭിഷേക് നീ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ പറഞ്ഞു നിനക്ക് പറ്റിയൊരു സാക്ഷ്യം ഇതിൽ പറയുന്നുണ്ട്, നീ ഓടി വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുകളിൽ പഠിക്കായിരുന്നു. ഞാൻ വേഗം വന്നിട്ട് എന്ത് സാക്ഷ്യം നോക്കിയപ്പോൾ ഒരു കുട്ടി തുടർച്ചയായിട്ട് ഫെയിലായിട്ട് അഭിഷേകനെ കണ്ടിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പാസ്സായ കാര്യമായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ യൂട്യൂബിൽ എല്ലാ ദിവസവും അഭിഷേകനെ കാണും. ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷം എല്ലാ ദിവസവും ഇരുന്നിട്ട് അഭിഷേകനെ കാണുകയും ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ ബുക്ക് വായിക്കുകയും ചെയ്യും. അങ്ങനെ എനിക്കൊരു ദിവസം എനിക്ക് നെറ്റൊന്നും പോരാതെയായി. അത്ര പെടുത്ത് എനിക്ക് ഭയങ്കര ആവേശമായി അഭിഷേകനെ കാണാന്നുള്ളത്. വചനം കേട്ട് വചനത്തോടൊരു അതിന് വേണ്ടി പറയണ അഭിനിവേശം, ഒരു ആകർഷണമായി ദൈവവചനം പിന്നെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് 2 വർഷമായിട്ട് 2 കൈയിനും വേദനയുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുറേ സ്പീഡിലൊന്നും എഴുതാൻ പറ്റത്തില്ല.
അങ്ങനെ മൂന്നാമത്തെ 5 എക്സാമിൽ മൂന്നാമത്തെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഴുതാൻ തീരെ പറ്റുന്നില്ല. കൈ മൂവ് ആവുന്നേ ഇല്ല. എൻ്റെ പേന പിടിച്ച് ഞാൻ അവിടെ തന്നെ കൈ വെച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ പെട്ടെന്ന് ഞാൻ കയ്യിൽ കൊന്തയും പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര തരിപ്പ് തോന്നി. അങ്ങനെ ഞാൻ 50 പേജിൻ്റെ ഇതിൽ 18 പേജൊക്കെ എഴുതിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോന്നു. എല്ലാ എക്സാമിനും ഒരു 30-25 മാർക്കിന് വെച്ചിട്ട് ഞാൻ എഴുതിയിട്ടില്ല എക്സാം ഒന്നും. അങ്ങനെ ഞാൻ 2 മാസം കഴിഞ്ഞ് അട്ടപ്പാടിയിൽ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു. ഒക്ടോബർ മാസത്തിൽ സാംസൺ അച്ഛനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ റിസൾട്ട് ഇപ്പോൾ 3rd ഇയർ റിസൾട്ട് വന്നു. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാ പ്രാവശ്യവും സപ്ലി കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ ഈ 3rd ഇയറിൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിനും ഫുൾ പാസ്സായി. അതേപോലെ തന്നെ എനിക്ക് ഫുൾ പാസ് ആയതിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റിൽ റിട്ടേൺ ഞാൻ എഴുതിയതിലും മാർക്ക് കുറവായിരുന്നു. അതിൻ്റെ കൂടെ അത് ഞാൻ ഫെയിൽ ആവുമെന്ന് വിചാരിച്ച സബ്ജക്റ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് 5 മാർക്ക് അഡീഷണൽ തന്നിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പാസ്സായിരിക്കുന്നത്. നോക്കിയേ, എഴുതിയില്ലെങ്കിലും ശരി, ഈ കുട്ടിയല്ലേ കർത്താവിൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞ് മാർക്ക് ഇട്ട് കൊടുത്ത് ജയിപ്പിച്ചൊക്കെ കൊടുക്കുക. കർത്താവ് അനുഗ്രഹിച്ച് കണ്ടോ. ഹല്ലേലൂയ. അത് അഭിഷേകത്തിന് വചനം അങ്ങോട്ട് കേട്ട് പ്രാർത്ഥിച്ചു. കർത്താവ് വിജയത്തിനും ഉയർച്ചയ്ക്കും തടസ്സമുണ്ടായിരുന്നു. തോൽവിയുടെ മണ്ഡലം അങ്ങോട്ട് മാറ്റി കർത്താവ് അങ്ങോട്ട് ജയിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33-ാമത്തെ സങ്കീർത്തനത്തിൽ 16 മുതൽ 19 വരെയുള്ള തിരുലിഖിതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവരാജ്യ രഹസ്യം ദൈവമക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 33 അതിൽ 16-ാമത്തെ തിരുലിഖിതം. സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷപ്പെടുന്നില്ല, കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല. ഒരു രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ ആരോഗ്യമുണ്ട്, സൈന്യമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ അനുകൂല അന്തരീക്ഷമുണ്ട് എന്ന് വിചാരിച്ച് രാജാവ് യുദ്ധത്തിൽ ജയിക്കണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് ദ ലോർഡ്സ് ബ്ലെസ്സിങ് ദാറ്റ് മേക്സ് യു വെൽത്തി, ഹാർഡ് വർക്ക് മേക്സ് യു നോ റിച്ചർ. സുഭാഷിതങ്ങൾ 10:22 നമ്മൾ വായിക്കുകയാണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് സമ്പത്ത് നൽകുന്നത്, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ഇറ്റ് ഈസ് ദ ലോർഡ്സ് ബ്ലെസ്സിങ്സ് ദാറ്റ് മേക്സ് യു വെൽത്തി, ഹാർഡ് വർക്ക് മേക്സ് യു നോ റിച്ചർ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് സ്വന്തം കഴിവിൽ നമുക്ക് അഭിമാനം വേണം, പക്ഷേ ആശ്രയം ജീവിക്കുന്ന ദൈവത്തിലായിരിക്കണം. നിൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുക. കുതിരയിലോ കുതിരക്കാരനിലോ നിൻ്റെ കഴിവിലോ ബുദ്ധിയിലോ സാമർഥ്യത്തിലോ അല്ല നീ ഒന്നാമതായി ശരണം വെക്കേണ്ടത് എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. സൈന്യബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല, കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല. പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്. അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന് രക്ഷിക്കാൻ കഴിയുകയില്ല. പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. പ്രിയ കുഞ്ഞെ, നീ ഇന്ന് ഭാരപ്പെട്ടിരിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുക. നീ പഠിക്കാൻ കഴിയാതെ പഠിച്ചിട്ട് ഓർമ്മ കിട്ടാതെ വിഷമിക്കുകയാണോ? പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോൾ ഉറക്കം തൂങ്ങുകയാണോ? നീ നിന്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിൽ നിന്ന് ഒരു കൃപ, ഒരു അനുഗ്രഹം നിൻ്റെ മേൽ വ്യാപരിച്ച് ഇപ്പോഴുള്ള നിൻ്റെ ദുരവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. ഇപ്പോഴുള്ള നിൻ്റെ ദുരവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. ഒരുപക്ഷെ നീ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിൻ്റെ ഈ തോൽവിയിൽ നിൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ബലപ്പെടുത്തി നിന്നെ വിജയത്തിലേക്ക് നയിക്കാൻ നിൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ ഓർക്കുന്നുണ്ട്, 7ാം ക്ലാസ്സിൽ വെച്ച് തോറ്റുപോയ ഒരു കുട്ടി. ആ കുട്ടിയുടെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പം ആ കുട്ടി കൃഷിപ്പണിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. കാരണം എല്ലാം തോറ്റു. കുടുംബം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുടുംബത്തിൽ പറഞ്ഞ്, നീ ഒരു ധ്യാനം കൂട്, നീ ദൈവവചനം കേൾക്ക്, ജീവിക്കുന്ന ദൈവത്തെ നീ അന്വേഷിക്കുക, അതിനുശേഷം നീ പണിക്ക് പോകുകയോ പഠിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ധ്യാനത്തിന് കൂടിയപ്പോൾ ദൈവമായ കർത്താവിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. എങ്ങനെ അവൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് വഴിതിരിച്ചു വിട്ടു, രൂപാന്തരപ്പെടുത്തി എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അലൻജോ ഫ്രാൻസിസ്. ഞാൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ പഠിക്കാൻ മോശമായിരുന്നു. 7ാം ക്ലാസ്സിൽ ഒരു വർഷം തോറ്റിട്ടുമുണ്ട്. 7ാം ക്ലാസ്സിൽ തോക്കുകയും ചെയ്തു. ദൈവം ഇക്കാലത്ത് തോക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല കേട്ടോ. ആരും തോക്കാറില്ലെന്ന് വേണം. ഇത് തോക്കുകയും ചെയ്തു. പറഞ്ഞോ തോറ്റതിന് ശേഷം പഠിത്തമൊന്നും ചെയ്യാൻ പപ്പടപ്പം കൃഷിയിലൂടെ ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ അട്ടപ്പാടിയിൽ 5 ദിവസത്തെ ധ്യാനം കൂടെ വരുന്നത്. ഇനി എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ധ്യാനത്തിന് വിട്ട്
ധ്യാനത്തിന് പോകുന്നതിനിടയ്ക്ക് ബൈബിളിനകത്തൊരു ബൈബിൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വായിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധ്യാനത്തിൽ വെച്ചിട്ട് അത് പ്രത്യേക നിർദ്ദേശമാണ്. നിങ്ങൾ ബൈബിൾ വാങ്ങി, ഒരു പേഴ്സണൽ ബൈബിൾ വാങ്ങി ഡെയിലി വായിക്കണം. ഞാൻ അവിടെ നിന്നാണ് ബൈബിൾ വാങ്ങുന്നത്. അതിനുശേഷമാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നത്. ദൈവമേ, വായിച്ച ബൈബിളിൻ്റെ ഷേപ്പ് നോക്ക്. ഇതുമാതിരിയായി മോനെ, നീ സ്വർഗത്തിൽ പോകും. ഈ ബൈബിളിനെ ഇങ്ങനെ ആക്കിയില്ല. 7ാം ക്ലാസ് തൊട്ടങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ചിലരുടെ ബൈബിൾ ഒരു പൊടി പോലും പറ്റാതെ ഇരിപ്പുണ്ട്. എന്നാൽ ഈ മകനത് വായിച്ച് പിടിച്ച് ഇതിൻ്റെ അയ്യോ പിടിച്ച് ഇതിങ്ങനെ ആക്കി. എൻ്റെ ദൈവമേ, പറഞ്ഞോളൂ. ബൈബിൾ വായിച്ച് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വരുന്നതും പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി. +2 കഴിഞ്ഞതിന് ശേഷം എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് പഠിച്ചതിന് ശേഷം ഇവിടെ ടി ജോൺ എന്ന് പറയുന്ന കോളേജിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഫൈനൽ ഇയർ എത്തി. പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഞാനിവിടെ കൺവെൻഷൻ വരുന്നത്. കഴിഞ്ഞ പഠിപ്പെല്ലാം കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷം കൺവെൻഷൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഭാവിയിലേക്ക് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വചന ശുശ്രൂഷയ്ക്ക് ഈശോ കൂടെ കൊണ്ടുവന്ന് ബൈബിൾ വായിച്ചാൽ ഈശോയുടെ സമൃദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കുക. വട്ടായച്ച എന്നെ 2 പ്രാവശ്യം വന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുകയും എനിക്കിവിടെ കൗൺസിലിംഗ് കൂടാൻ പറ്റുകയും ചെയ്തിരുന്നു. കൗൺസിലർ എന്നോട് പറഞ്ഞു, നീ ജൂൺ പഠിച്ച് ഈ വർഷം ഒരു കുഴപ്പമില്ലാതെ പഠിച്ചു തരികയും ജൂലൈയിൽ ജോലി കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജൂൺ 28-ാം തീയതി എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ജൂൺ 30-ാം തീയതി എനിക്ക് താരാപ്പൂരിൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടി. ജൂലൈ 3-ാം തീയതി ഞാൻ പ്രസ്റ്റീജ് ബോളിവാർഡ് എന്ന് പറയുന്ന സൈറ്റിൽ ട്രെയിനിങ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. എന്തൊരു സംഭവം ഇത്! കഴിഞ്ഞ വർഷം കൺവെൻഷൻ പറഞ്ഞു നിൻ്റെ കോഴ്സ് എല്ലാം ക്രമാനുസരിച്ച് പൂർത്തിയാകും, ജൂണിൽ നീ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യും, ജൂലൈ നീ ജോലി കയറുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കുറേ ചെറുപ്പക്കാർ ഇതിനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ചുറ്റിക്കറങ്ങി നടന്ന് അവസാനം കേരളത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ചെറുപ്പക്കാർ എനിക്കറിയാം. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ സ്ഥിതി നോക്കി, 7ാം ക്ലാസ്സിൽ വെച്ച് തോറ്റ ആളാണ്. കർത്താവിൽ ഈ മകൻ ശരണപ്പെട്ട് ഒരു 5 ദിവസം ധ്യാനം കൂടാൻ ദൈവം കൃപ അങ്ങോട്ട് കൊടുത്തു. അപ്പം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അവർ നിർബന്ധിച്ച് വിട്ടു. ഇപ്പം എന്തെങ്കിലും കൃഷിപ്പണി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം പറഞ്ഞു, നീ തൂമ്പ എടുക്കാൻ വരട്ടെ, അതിന് മുമ്പ് നീ 5 ദിവസം ധ്യാനം കൂടിയിട്ട് തൂമ്പ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടതാണ്. അപ്പോഴാണ് ബൈബിള് വാങ്ങാൻ പറഞ്ഞത്. അതാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 7ഉം 8ഉം തിരുലിഖിതങ്ങൾ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതരത്തിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും എല്ലാ കാര്യങ്ങളിലും നീ വിജയം വരിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടീഷണലാണ്. നീ ബൈബിൾ എടുത്താൽ അപ്പോൾ കണ്ടീഷണൽ ക്ലോസ് ആണത്. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുകയും ചെയ്യും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ മകൻ്റെ ജീവിതമാണത്. എന്നിട്ട് പഠിപ്പ് തീരാറായപ്പോൾ ഇനി എന്ത് ചെയ്യും? ഞാൻ മണ്ണാർക്കാട് നിന്നാണ്, അട്ടപ്പാടിയുടെ തൊട്ട് താഴത്തുനിന്നാണ്. ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൺവെൻഷന് കൂടാനായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കൺവെൻഷന് കൂടിയപ്പോൾ കൗൺസിലിങ്ങിന് പോകാൻ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ബ്രദറിലൂടെ പറഞ്ഞു, നീ നിൻ്റെ പഠിപ്പ് പൂർത്തിയാക്കും പിറ്റേ ആഴ്ച തന്നെ എന്ന് പറഞ്ഞ് നീ ജൂണിൽ പൂർത്തിയാക്കും, ജൂലൈയിൽ ജോലിക്ക് കയറുമെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ഈ ജീവിതത്തിൽ ഒരിക്കലും നീ യേശുവിനെ പ്രാർത്ഥനയെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കുക അട്ടപ്പാടി എന്നുള്ള നിർദ്ദേശം ഇതൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ബൈബിളാണ്. ഒന്നിങ്ങോട്ട് തരാമോ? ഞാൻ ഒന്ന് പിടിച്ചിട്ട് തരാം. പിതാവേ, വായിച്ച് ഇതുപോലെയായി. എല്ലാ ചെറുപ്പക്കാരുടെ ബൈബിൾ ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നും വായിക്കില്ലേ? ഇനിയും വായിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി നല്ല ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ಮಹೋನ್ನತ ನಾಮ ಹೇಳಿದಲ್ಲಿ ಅದ್ಭುತವಾಗುವುದು. ಯೇಸುವಿನ ನಾಮ ಶಕ್ತವಾದ ನಾಮ, ನಂಬಿದಲ್ಲಿ ಗ್ರಹಿಸಿದಲ್ಲಿ ಅದ್ಭುತವಾಗುವುದು.
ಹಾಡೋಣ ನಾವು ಕುಣಿಯೋಣ, ಹೇಳೋಣ ನಾವು ಕೇಳೋಣ, ಹಾಡೋಣ ನಾವು ಕುಣಿಯೋಣ, ಹೇಳೋಣ ನಾವು ಕೇಳೋಣ. ಯೇಸು ಯೇಸು ಯೇಸುವಿನ ನಾಮ, ಯೇಸು ಯೇಸು കൈ ഉയർത്തി കൈയടിച്ച് ನಾಮ, ಯೇಸು ಯೇಸು ಯೇಸುವಿನ ನಾಮ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട കുടുംബങ്ങളെ, മക്കളെ, ദൈവത്തെ അന്വേഷിക്കുന്നതും വചനം വായിക്കുന്നതും വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വെറുതെ അല്ല, ഒരു നിസ്സാര കാര്യമല്ല. 33-ാം സങ്കീർത്തനത്തിൽ 18-ാമത്തെ തിരുലിഖിതം പറയുകയാണ്, ഇതാ തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ഇതാ തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് നാളുകളായുള്ള പരാജയങ്ങൾ നീക്കാൻ ഇന്ന് നിങ്ങളുടെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നാളുകളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കാൻ ജീവിക്കുന്നവനായ കർത്താവിന് കഴിയും. അതിനൊരു തടസ്സം, നീ കർത്താവിൽ പ്രത്യാശ വെക്കുന്നുണ്ടോ? നിൻ്റെ ഹൃദയം കർത്താവിൽ ശരണപ്പെടുന്നുണ്ടോ? നീ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ? 3 കാര്യങ്ങൾ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി, നിങ്ങളുടെ പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 121-ാമത്തെ സങ്കീർത്തനം വായിക്കുക. സാം 121 1-1 121-ാമത്തെ സങ്കീർത്തനം വായിച്ച് നിങ്ങളുടെ ജീവിക്കുന്ന ദൈവമായ കർത്താവിൽ നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കുക. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. രണ്ടാമത് സെഫാനിയ 3:17 നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാണ് വിജയം നൽകുക. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാണ് നിൻ്റെ പരാജയത്തിൽ നിൻ്റെ കൂടെ നിൽക്കുക. നിന്നെ വിജയിപ്പിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കും. നിനക്ക് ബുദ്ധിക്ക് പ്രകാശം തരും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3-ാമത് ദൈവത്തിൻ്റെ വചനമാണ് സങ്കീർത്തനം 92:12. അവിടുന്ന് തൻ്റെ നീതിമാൻ പന പോലെ തഴയ്ക്കാൻ, ലെബനോനിലെ ദേവദാരു പോലെ വളരാൻ വേണ്ടത് ചെയ്യും, വേണ്ടത് ചെയ്യും. ഉച്ചത്തിൽ പറയൂ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചെന്ന് വിദ്യാർത്ഥികൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, രോഗികൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സൗഖ്യങ്ങളും വിടുതലുകളും, വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കണ്ണുനീരൊപ്പുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളും ഇന്ന് ഇതാ ഈ നിമിഷം കർത്താവ് ചൊരിയാൻ പോവുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം എല്ലാ വിദ്യാർത്ഥികളും മുട്ടുകുത്തി നിൽക്കുക. രോഗികൾ ഇപ്പോൾ മുട്ടുമേൽ നിൽക്കാൻ സാധിക്കുന്നവർ മുട്ടുമേൽ നിൽക്കുക, അല്ലാത്തവർ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. കുടുംബങ്ങളെല്ലാം നിയോഗങ്ങൾ സമർപ്പിക്കുക. കുട്ടികൾ പേനകളും പഠനോപകരണങ്ങളും പുസ്തകങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ, ഭൂമുഖം അപ്പോൾ നവീകരിക്കപ്പെടും. ഈ സമയം കൈകൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ കർത്താവിനെ വിളിക്കാമോ, എത്ര ഉച്ചത്തിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കാമോ, അത്രയും ഉച്ചത്തിൽ ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. ജ്ഞാനം, ശക്തി, വിവേകം, ബുദ്ധി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. ജ്ഞാനം, ശക്തി, വിവേകം, ബുദ്ധി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, 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 നിറച്ചിടണേ.